ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇപ്പൊ സമയം 4 മണിയായിട്ടുള്ളൂ രാവിലെ. അപ്പൊ നിങ്ങളോർക്ക് ഞാനിപ്പോ എന്ത് എണീറ്റിരിക്കുന്നത് വേറൊന്നുമല്ല, എനിക്ക് മൺഡേ തൊട്ട്, അതായത് ഇന്ന് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ സാറ്റർഡേ ആണ്. മൺഡേ തൊട്ട് എനിക്ക് ഇന്റേണൽസ് തുടങ്ങുന്നത്. ഞാൻ ഇതുവരെ ഒന്നും നോക്കിയില്ല. ഇന്നലെ രാത്രിയാണ് ഞാൻ ആദ്യമായിട്ട് ബുക്ക് എടുക്കണതല്ലേ. ഇന്നലെ രാത്രി ഞാൻ അനാട്ടമി മൈക്രോബയോളജി 10 മാർക്ക്, ജസ്റ്റ് 10 മാർക്കിന് 2 ക്വസ്റ്റ്യൻ മാത്രം നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ നോക്കണു ഇപ്പൊ അത് റിവൈസ് ചെയ്തിട്ട് ബാക്കി പഠിക്കാം. അപ്പൊ നമുക്ക് ഇന്നൊരു ചെറിയ സ്റ്റഡി വ്ലോഗാണ്. എനിക്കറിയില്ല ഇത് മൊത്തത്തിലൊക്കെ എടുക്കാൻ പറ്റുന്നു, കാരണം എന്റെ സ്വഭാവം ഞാൻ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കുന്നുണ്ടാവില്ല. പക്ഷെ എനിക്ക് പഠിക്കണം എന്നാണ്. ഇന്ന് എനിക്ക് പഠിക്കണം, എന്നാലാണ്, അല്ലെങ്കിൽ ഇന്റേണൽ മാർക്സ് ഒട്ടും തന്നെ ഉണ്ടാവില്ല ഇനിയെങ്കിലും പഠിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ. കാരണം ഇന്റേണൽ കഴിഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് സെം എക്സാം തുടങ്ങാണ്. ഞാനിപ്പോ ആക്ച്വലി പുറത്ത് വന്നാണ്ടിരിക്കണേ, കാരണം റൂമിൽ ആരും എണീറ്റിട്ടില്ല. അപ്പൊ ഞാൻ ലൈറ്റായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡിസ്റ്റർബൻസ് ആവുക. അതുകൊണ്ട് ഞാൻ പുറത്ത് നിന്നിട്ടാണ് പഠിക്കുന്നത്. ഞാൻ ഈ എക്സാമിന് 1 ദിവസം 2 ദിവസം ഒക്കെ ഉള്ളപ്പോൾ മാത്രം തിരക്ക് പിടിച്ചിരുന്ന് പഠിക്കുന്ന കൂട്ടത്തിലാട്ടോ. എത്ര നേരത്തെ പഠിക്കാൻ ട്രൈ ചെയ്താലും എന്റെ തലയിലിരിക്കില്ല. എക്സാം ആകുമ്പോഴേക്കും മറന്നു. അപ്പൊ പിന്നെ എന്തിനാ ഇരട്ടി പണി ഒരുമിച്ച് അങ്ങ് പഠിച്ചാൽ പോലെ എന്നോർത്ത് എക്സാമിന് 1-2 ദിവസം മുന്നേ അല്ലെങ്കിൽ എക്സാമിന്റെ തലേ ദിവസം മാത്രമാണ് പഠിക്കാറുള്ളൂ. മൺഡേ ഞങ്ങൾക്ക് 2 എക്സാം ആണ് ഉള്ളത്, അനാട്ടമി, ഫിസിയോളജി. അപ്പൊ ഞാൻ ഓർത്തു അനാട്ടമിയുടെ ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് ബാക്കി ടൈം മൈക്രോബയോളജിയും പാത്തോളജിയും പഠിക്കണം. കാരണം ട്യൂസ്ഡേ ഈ 2 സബ്ജക്റ്റ് ആണ് എക്സാം ഉള്ളത്. അന്നേരം എന്തായാലും പഠിച്ചു തീർക്കാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ കുറച്ചെങ്കിലും നോക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അന്നേരം പകുതി പണി ഒഴിഞ്ഞു കിട്ടും. അത് മാത്രമല്ല, അനാട്ടമി ഫിസിയോളജി നാളെ, അതായത് സൺഡേ ഇരുന്നാളിലും പഠിക്കാം. കുറെ നേരം നടന്നു ഇരുന്നൊക്കെ പഠിച്ചിട്ടാണ് ഒരു സബ്ജക്ട് പൂർത്തിയാക്കിയത്. ഈ പുറത്തിരുന്ന് പഠിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് എന്തെങ്കിലും കണ്ട് അങ്ങോട്ട് ഡൈവേർട്ട് ആകും. ഇനിയിപ്പോ ഒന്നും കണ്ടില്ലേലും ചുമ്മാ എങ്ങോട്ടേലും നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അനാട്ടമി മൈക്രോബയോളജിയും പഠിച്ചു കഴിഞ്ഞു. 2 10 മാർക്ക് ക്വസ്റ്റ്യൻ. ഇപ്പൊ സമയം 5 മണി. 1 മണിക്കൂർ എടുത്ത് അത് തന്നെ പഠിക്കാനായിട്ട്. എനിക്കറിയില്ല ഞാൻ മൊത്തത്തിൽ ഇന്ന് പഠിച്ചു തീരുമെന്ന്. എനിക്കിനി സമയമുണ്ടെങ്കിൽ അനസ്തേഷ്യ നോക്കണം, അതാണ് ഏറ്റവും വലിയൊരിത്. അപ്പൊ നമുക്ക് ഇനി അടുത്തത് പാത്തോളജി പഠിക്കാം. അതിന്റെ നോട്ട് ഞാൻ പ്രിപ്പയർ ആക്കിയിട്ടില്ല. അപ്പൊ ഇനി നോട്ട് പ്രിപ്പയർ ചെയ്യണം. ഞാൻ ഈ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് പഠിക്കുക. കാരണം അതെന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ ഈ എക്സാമിന് വേണ്ടി ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തു. പക്ഷെ അടുത്ത എക്സാമിന് വീണ്ടും നോട്ട് പ്രിപ്പയർ ചെയ്യും. വേറെ നോട്ട്, ഈ സെയിം നോട്ട് വെച്ച് ഞാൻ പഠിക്കില്ല. എനിക്ക് അപ്പൊ ഇങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കണം. ഇങ്ങനെ എഴുതുമ്പോഴാണ്, അത് എക്സാമിന്റെ ടൈമിൽ എഴുതുമ്പോഴാണ് ഒരു ഇതുള്ളൂ. പാത്തോളജി ആക്ച്വലി നമുക്ക് 5-6 ക്വസ്റ്റ്യൻസ് 10 മാർക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് വരുമെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പൊ എല്ലാം പഠിക്കേണ്ടി വരുമെന്നാണ്. എല്ലാ പ്രാവശ്യം ഒരു ഭാഗ്യ പരീക്ഷണമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി 10 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് കുറച്ച് തരും. ചില ടീച്ചേഴ്സ് 3 തരുള്ളൂ, അതിൽ ഏതെങ്കിലും 2 വരുള്ളൂ. അപ്പൊ നമുക്ക് ഏതെങ്കിലും 2 പഠിച്ചാൽ മതി. പക്ഷെ ചിലര് 3-4 തരും. അപ്പൊ അതിൽ ഏത് 2 വരും എന്നുള്ളത് നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഇപ്പൊ ഒരു 4 തരുവാണെങ്കിൽ എങ്ങനെ പോലും 3 പഠിക്കണം. അതൊരു വലിയ പണിയാണ്. അപ്പൊ നമുക്ക് എനിക്കിപ്പോ ഒരു FNAC വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഇപ്പൊ അത് പഠിക്കാം. സമയമുണ്ടെങ്കിൽ നമുക്ക് വേറെ നോക്കാം. ഈ രാവിലെ എണീറ്റ് പഠിക്കുമ്പോ ചായ കുടിക്കാന്നുള്ള എന്റെ പണ്ടോട്ടുള്ളൊരു ശീലാണ്. ഇവിടെ പക്ഷെ കെറ്റിൽ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ ടീ ബാഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരു കമന്റ് കണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് കെറ്റിൽ അലൗഡ് അല്ലാത്തത്. അലൗഡ് അല്ലാത്ത എന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് മേ ബി മറ്റേ ഇലക്ട്രിസിറ്റിയുടെ ഒക്കെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കണം. പയ്യെ എന്റെ പഠിക്കാനുള്ള മൂഡൊക്കെ പോയി തുടങ്ങി. അത് മാത്രമല്ല, ഒരു 1.5 മണിക്കൂറൊക്കെയാണ് എന്നെ കൊണ്ട് ഒറ്റ സ്ട്രെച്ചിലിരുന്ന് പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഉറക്കം വന്നുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു എന്നാ ഒന്ന് പോയി കിടന്ന് ഉറങ്ങാണ്. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോ ഒരു 8:15 പിന്നെ നേരെ ഫുഡ് കഴിക്കാനാണ് പോയെ. എന്നിട്ട് വന്ന് ഒന്നുകൂടി പഠിക്കാനിരിക്കാന്ന് വെച്ചു. എന്താന്നറിയില്ല, ഈ പഠിക്കാനിരിക്കുമ്പോ മാത്രം എനിക്ക് ഭയങ്കര വൃത്തിയാണ്. അതുകൊണ്ട് ഞാൻ ടേബിളൊക്കെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് പഠിക്കാനായിട്ട് ഇരുന്നത്. എന്തായാലും പഠിക്കാനൊക്കെ ഇരിക്കുമല്ലേ, അപ്പൊ ഞാൻ ഓർത്തൊരു ടു ഡു ലിസ്റ്റ് അങ്ങ് എഴുതാന്ന്. എനിക്കറിയില്ല ഇതിൽ പറയണ പോലെയൊക്കെ ഞാൻ ചെയ്യുമെന്ന്. അപ്പൊ ഇന്നത്തെ എന്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ടോപ്പിക് പഠിക്കാനാണ്. ഒരു സബ്ജക്ട് മാത്രമല്ല, 3 സബ്ജക്റ്റാണ് ഞാൻ പഠിക്കാനായിട്ട് എടുത്തേക്കണേ. നമ്മളൊട്ടും കുറയ്ക്കാൻ പാടില്ലല്ലോ. രാവിലെ പഠിച്ചുകൊണ്ടിരുന്ന പാത്തോളജി ഞാൻ ആക്ച്വലി പഠിച്ചു തീർത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് ആദ്യം അതങ്ങ് തീർത്തിട്ട് ബാക്കി നോക്കാന്ന്.
സത്യം പറഞ്ഞ എനിക്ക് അത് കഴിഞ്ഞ് പഠിക്കാൻ പിന്നെ ഭയങ്കര മടിയായിരുന്നു. എനിക്കല്ലെങ്കിലും രാവിലെ എണീറ്റ് പഠിക്കാൻ മാത്രമാണ് മടി ഇല്ലാണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോഴേക്കും ഞാൻ എന്റെ ഫസ്റ്റ് ടോപ്പിക്കായ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഹായ്, ഇപ്പൊ സമയം എന്തോ 6 മണി ആവാറായിട്ടുണ്ട്. ഇതിനിടയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് കുളിക്കുകയൊക്കെ ചെയ്തു. അത് ഉച്ചയ്ക്ക് ശേഷം പിന്നെ പഠിച്ചോന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടൊന്നുമില്ല. ഇന്നിവിടെ പതിവില്ലാണ്ട് മഴ പെയ്തു. ഇവിടെ ഇപ്പം എന്തോ പണി നടക്കുവാണ്. എന്താ ഈ സാധനം എന്താന്ന് അറിയത്തില്ല. പക്ഷെ നല്ല രസം. കുറെ നാൾ കൂടിയാണ് മഴയൊക്കെ കാണുന്നത്. എന്തായാലും കുളിച്ചൊക്കെ ഇരിക്കുകയല്ലേ, അപ്പൊ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിരിക്കാന്നോർത്തു. അങ്ങനെ അത് കഴിഞ്ഞപ്പോ വീണ്ടും അനാട്ടമിയുടെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പഠിക്കാന്നോർത്തു. ഗൈസ്, അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ. ഞാൻ ടു ഡു ലിസ്റ്റ് പറഞ്ഞ പോലെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇല്ല, ഒന്നും ചെയ്തില്ല. ആകെ ഒരു പോർഷൻ മാത്രമാണ് കവർ ചെയ്തുള്ളൂ. പിന്നെ ബാക്കി രാത്രി ചെയ്യണം എന്നാണ് എന്റെ ഒരു പ്ലാൻ. അതുപോലെ നടന്നാൽ മാത്രമാണ് ഞാൻ എക്സാം ജയിക്കുള്ളൂ. അപ്പൊ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.